ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഈ ബോക്സ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മളൊരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് അല്ലെങ്കിൽ പോലും ഒരു നോർമൽ ഡെയിലി വെയർ മേക്കപ്സിന് നമ്മളുടെ കയ്യിൽ എന്തൊക്കെ വേണം എന്നാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാൻ ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് ഫേസിൻ്റെ ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു മൂസ് ഫൗണ്ടേഷനാണ്, വെയ്റ്റ്ലെസ് മൂസ് ഫൗണ്ടേഷൻ. ഇത് ലാക്മേയുടെ 9-5 ആണ്. ഇതിൻ്റെ സ്പെഷ്യൽ റിവ്യൂ ആയിട്ട് ഞാൻ ചാനലിൽ ചെയ്തിട്ടില്ല. ഇൻ കേസ് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 550 ആണ്. കുറച്ച് പ്രൈസി സൈഡാണ്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസ വസൂൽ പ്രോഡക്റ്റാണ്. ഫൗണ്ടേഷന് വരെ ഇത് മാത്രം ഇട്ടാൽ മതി, കോമ്പാക്റ്റോ അങ്ങനത്തെ യാതൊന്നും വേണ്ട. എൻ്റെ ഷെയ്ഡ് 8 ആണ്. ഇതാ നോക്കൂ, നമ്പർ 8 ക്യാരമൽ. ഫോക്കസ് ആവുന്നില്ലേ? ഓക്കെ, 8 ആണ്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു കുഞ്ഞ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് ഇതിന്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പാക്കേജിങ് വൈസ് നോക്കാം. ഒരു കുട്ടി റിവ്യൂ കൂടെ ഞാൻ പറഞ്ഞു തരാം, കാരണം ഇതിൻ്റെ സ്പെഷ്യൽ റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്. ഇതാ എൻ്റെ ഒരു കൈയുടെ ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇതിവിടെ മെസ്സായിട്ട് ഇരിക്കുന്നത് നോക്കണ്ട, ഞാൻ ഇടയ്ക്കെന്നല്ല അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണതാണ്. ഇതിനൊരു പ്ലാസ്റ്റിക് അടപ്പാണുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെയാണ്. ഇത് ഒരു അതായത് ഒരു ഫെയർ സ്കിന്നിനല്ല, ഒരു ഡസ്കി സ്കിൻ ടോൺ ടു ഡാർക്ക് ഡസ്കി വരെ ഇത് ഓക്കെയാണ്. ഇതാ ഇങ്ങനൊരു ക്രീം ബേസ് ആണ്. നമ്മുടെ ഫൗണ്ടേഷൻ പോലൊന്നുമല്ല, പെട്ടെന്ന് നമ്മുടെ സ്കിന്നുമായിട്ട് ഓക്സിഡൈസ് ആവും. കണ്ടോ, ഇട്ടെന്ന് പോലും അറിയുന്നില്ലല്ലോ ഇപ്പം എൻ്റെ കയ്യിൽ. ലൈക്ക് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. സോ ഇതുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ പിന്നെ ഒരു കോമ്പാക്റ്റ് ആ വക പരിപാടി ഒന്നും വേണ്ട. ജസ്റ്റ് ഈ ഒരൊറ്റ വെയ്റ്റ്ലെസ് മൂസ് ഫൗണ്ടേഷൻ മാത്രം മതി. സോ ഒരു ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ, ഒരു ഇരുനിറമാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവും. പിന്നെ ഇതൊരു പെട്ടെന്ന് ഓക്സിഡൈസ് ആവുന്നതുകൊണ്ട് ഒരുപാട് ഫെയർ ആയവരിടാൻ ഞാൻ പറയില്ല, പക്ഷെ ഒരു ഇരുനിറം ടു ഡാർക്ക് ഡീപ്പ് സ്കിൻ ടോൺ വരെയുള്ളവർക്ക് ഇത് പെർഫെക്റ്റ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി സെക്കൻഡ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ണെഴുതാണ്. കണ്ണെഴുതാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ ഐടെക്സ് ഡാസ്ലർ ഐലൈനറാണ്. ഇത് നമുക്കൊക്കെ ഫെമിലിയർ ആണ്, എല്ലാ ലേഡീസ് സ്റ്റോറുകളിലും കിട്ടും. ആൻഡ് നമുക്ക് ഇത് വാട്ടർ പ്രൂഫ് എന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് വെള്ളം ഒഴിച്ചാൽ പോവും. ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് അല്ല, ഒന്ന് കണ്ണൊക്കെ ഞെരടിയാൽ അപ്പോൾ പോവും. എങ്കിലും അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. നമ്മളൊന്ന് സൂക്ഷിച്ചാൽ ഒരു 5 to 6 hours വരെ ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ പ്രൈസ് 60 rupees ആണ്. എങ്കിലും കടകളിൽ ഒരു 45-50 റേഞ്ചിനൊക്കെ കിട്ടും. കാരണം വിലയ്ക്ക് ഒരു വ്യത്യാസമില്ലാതെ കുറേ നാളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് ഡാസ്ലറിൻ്റെ ആണ്. ഐടെക്സിൻ്റെ ആണ്. ഇവരുടെ എല്ലാം നമുക്ക് അഫോർഡബിൾ റേഞ്ചിനുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മൾ കണ്ണെഴുതി. ഇനി നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഓക്കെ, ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഞാൻ 2 ഓപ്ഷൻസ് തരാം. ഒരെണ്ണം ലാക്മേയുടേതാണ് ആൻഡ് സെക്കൻഡ് വൺ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെതാണ്. അപ്പോൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് E6231 ബ്രൂട്ട്നെസ് ഡു ഇറ്റ് ബെറ്റർ. എൻ്റെ പൊന്നോ, ഭയങ്കര പേരായിപ്പോലോ. അപ്പോൾ ലാക്മേയുടേത് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാക്മേയുടേതിൻ്റെ ഞാൻ ആദ്യം പാക്കേജിങ് വൈസിനോട് പറഞ്ഞുതരാം. ലാക്മേന്ന് എഴുതിയതൊക്കെ പോയി കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ പോയി. ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒരു പെൻസിലാണ്. ഇത് ഇത്ര ഉണ്ടായിരുന്നു, ഞാൻ ഷാർപ്പ് ചെയ്ത് താഴ്ത്തു വന്നത്. നമുക്ക് ഷാർപ്പനർ ഒന്നും തരില്ല, ജസ്റ്റ് പെൻസിൽ മാത്രമേ തരൂ. ഞാൻ വാങ്ങിയ സമയത്ത് 180 സംതിങ് ആയിരുന്നു ഇതിന്, ആ റേഞ്ച് ആയിരുന്നു. ഇത് ഞാൻ യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. പക്ഷെ ഉണ്ടല്ലോ, ഒരു നാച്ചുറൽ ബ്രൗൺ ആണ് കളറ്. പക്ഷെ നമുക്ക് വരച്ച് കഴിയുമ്പോൾ ഒരുമാതിരി ഡാർക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഐബ്രോസിൻ്റെ ടിപ്പൊക്കെ ലാക്മേ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാറ്. പിന്നെ വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇതാ നോക്കിക്കോ, ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എങ്കിൽ രണ്ടിൻ്റെയും കണ്ടോ, ഞാൻ ഷാർപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സെയിം അളവിൽ തന്നെയാണ് രണ്ടും ഞാൻ ഷാർപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വരയ്ക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫീൽ എനിക്ക് ഫീൽ ചെയ്യാറില്ല.
ഇത് കണ്ടോ, ലാക്മേ ഇത് തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇതിൻ്റെ ഏക പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ലാക്മേ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലൊരു സ്പൂളി ഉണ്ട്, അത് വെച്ച് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈവൻ ആവാറുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അതാണ് എനിക്ക് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഇതിൽ വെച്ചിട്ട് ഇഷ്ടം. ഇത് ഞാൻ ജസ്റ്റ് എല്ലാവരും റിവ്യൂ പറഞ്ഞത് കൊണ്ട് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ സ്പൂളി കൂടെ ഉണ്ട്, അപ്പോൾ എക്സ്ട്രാ ഒരു സ്പൂളി വേണ്ടല്ലോ എന്നോർത്ത് ചെയ്താൽ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, കണ്ണെഴുതി, ഐബ്രോസ് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് ഇനി മസ്കാര. മസ്കാരയും ഞാൻ ഡാസ്ലറിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുക, ഐടെക്സ് ഡാസ്ലറിൻ്റെ. ഇത് ഞാൻ വാങ്ങിയപ്പോൾ 60 രൂപയായിരുന്നു. ഇതിനും സെയിം അതിൻ്റെ റേറ്റ് തന്നെയായിരുന്നു. ഒരു 1 ഇയറിനടുത്ത് എക്സ്പയറി ഉണ്ട്. പിന്നെ നമ്മൾ ലാക്മേ ലാഷസ് ഒക്കെ മസ്കാര യൂസ് ചെയ്യുന്ന പോലെ അത്ര പെർഫെക്റ്റ് അല്ല, പക്ഷേ ഒരു നോർമൽ ബിഗിനറിന് ഇത് മതി. പിന്നെ ഒരു ഡെയിലി യൂസിനും ഇതൊക്കെ തന്നെ മതി. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ പെൻസിൽ ഷേപ്പാണ്. തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്രഷ് വരുന്നത്. ഇതാ ഇങ്ങനെ, ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഒരുപാട് റിവ്യൂ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ചെയ്യും ഐലൈനർ പോലെ തന്നെ, അത്രയേ ഉള്ളൂ. ദെൻ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് നോക്കാം. ഞാൻ 2 ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഒരെണ്ണം ലാക്മേയുടെ എൻറിച്ച് ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് 03 കാൻഡിഡ് കോറിലാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ലാക്മേ ആബ്സല്യൂട്ട് മാറ്റ് മെൽറ്റ് ലിക്വിഡ് ലിപ് കളർ. ഇതിൻ്റെ ഷെയ്ഡ് ഇറ്റ്സ് വിൻറ്റേജ് പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഈ 2 ലിപ്സ്റ്റിക്കിൻ്റെയും റിവ്യൂ ഞാൻ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. സോ അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഷെയ്ഡ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. പറയണം, ജസ്റ്റ് ഷെയ്ഡ്സ് മാത്രം ഞാൻ കാണിച്ചത്. ഇതാ ഇതിനിങ്ങനെ ഒരു ഓറഞ്ചിഷ് ടിൻറ്റാണ് ഇതിന്, ഈ നമ്മുടെ കാൻഡിഡ് കോറലിന്. പിന്നുള്ളത് നമ്മുടെ വിൻറ്റേജ് പിങ്ക് ആണ്. ഞാനൊരു ഡസ്കി സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ ഡസ്കി സ്കിൻ ടോൺകാർക്ക് പറ്റിയ ഒരു ഡെയിലി വെയർ മേക്കപ്പ് ആണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് ഇങ്ങനെയാണ്. ഇത് രണ്ടും ഡസ്കി സ്കിൻ ടോണിന് വളരെ, ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ലിപ്സ്റ്റിക് എടുത്തതാ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്യാറാണ് ലിപ്സിൽ പതിവ്. അല്ലാതെ കട്ടിക്ക് ഈ ബ്രഷ് വെച്ച് തന്നെ ഞാൻ അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഈ നമ്മുടെ കാൻഡിഡ് കോറിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതിട്ടാൽ കുറച്ചുകൂടെ ഒരു സ്റ്റൈലിഷ് ഷെയ്ഡ് നമുക്ക് കിട്ടും. അത് ഡസ്കി സ്കിൻ ടോൺ പെർഫെക്റ്റ് ആണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഒന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ജസ്റ്റ് ചെറിയൊരു മിററാണ്. ഇത് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ടച്ചപ്പ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇതാ ഇങ്ങനത്തെ ഒരു മിററാണ്. ഇതിൻ്റെ ഒരു സൈഡ് നല്ല സൂം ചെയ്ത് ഒരെണ്ണം നോർമലും ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു ചെറിയ പെർഫ്യൂമാണ് കേട്ടോ, ഇത് എൻഗേജിൻ്റെ. ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ മേക്കപ്പ് ബോക്സിലുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഭയങ്കര ഉയർത്താകുക അൽക്കുലത്തിരിക്കുകയാണ്, നമുക്ക് ഇത് മതി, പെർഫെക്റ്റ് ആണ്. സോ നമ്മൾ ഇന്ന് ചെയ്തത് ഇത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഇതൊരു ജസ്റ്റ് ഒരു മേക്കപ്പ് ബ്രഷാണ്. ഇത് ഞാൻ അങ്ങനെ എന്ന് വെച്ചാൽ ഈ നമ്മുടെ മൂസ് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും. പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, എങ്കിലും എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു ബോക്സ് വാങ്ങിച്ചാൽ ഈ ബോക്സിൻ്റെ പ്രൈസ് 20 റുപ്പീസാണ് കേട്ടോ ഈ ബോക്സിന്. ഇത് നമ്മളിവിടെ അടുത്തൊരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ബാഗിൽ, ഹാൻഡ് ബാഗിലാണെങ്കിലും സ്ലിംഗ് ബാഗിലാണെങ്കിലും സൂപ്പറായിട്ട് കിടക്കുകയും ചെയ്യും. അത്യാവശ്യം നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ, നമ്മൾ ആകെ കോലം കെട്ട് ഇറങ്ങിയതാണ്, നമുക്ക് പെട്ടെന്ന് എവിടെയെന്ന് വെച്ചാൽ ഏതെങ്കിലും വാഷ്റൂംസിൽ കയറി റെഡി ആവാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബോക്സ് വാങ്ങിക്കുക. അത്യാവശ്യം ഉള്ള ഒരു ഫൗണ്ടേഷൻ, ഒരു ഐലൈനർ, ഒരു മസ്കാര, പിന്നെ ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക്. സോ പെർഫെക്റ്റ്, എല്ലാം കൊണ്ടും പെർഫെക്റ്റായി. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.